സഗറിയ 14-ാം അധ്യായം. കർത്താവിൻ്റെ ദിനം. ഇതാ, കർത്താവിൻ്റെ ദിനം നിന്നിൽ നിന്ന് എടുത്ത മുതൽ നിന്റെ മുൻപിൽ വച്ചു തന്നെ പങ്കുവയ്ക്കുന്ന ദിനം വരുന്നു. ഞാൻ സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. അവർ പട്ടണം പിടിച്ചെടുക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അവമാനിക്കുകയും ചെയ്യും. നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോകും. എന്നാൽ ശേഷിക്കുന്ന ജനത്തെ നഗരത്തിൽ നിന്ന് വിച്ഛേദിക്കുകയില്ല. കർത്താവ് പുറപ്പെട്ട് യുദ്ധദിനത്തിലെന്ന പോലെ ആ ജനതകളോട് പൊരുതും. ജെറൂസലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. ഒലിവ് മല കിഴക്കു പടിഞ്ഞാറായി നടുവെ പിളർന്ന് നടുക്ക് വലിയ ഒരു താഴ്വരയുണ്ടാകും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങും. എന്നാൽ ഈ താഴ്വര ആസാൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ ഓടിപ്പോകും. യൂദാ രാജാവായ ഉസിയായുടെ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങൾ ഓടിയതുപോലെ ഇപ്പോൾ ഓടും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും. അന്ന് തണുപ്പോ മഞ്ഞോ ഉണ്ടാവുകയില്ല. അന്ന് തുടർച്ചയായി പകലായിരിക്കും. പകലും രാത്രിയുമല്ല, പകൽ മാത്രം. കാരണം വൈകുന്നേരവും വെളിച്ചമുണ്ടായിരിക്കും. ഈ ദിനം കർത്താവിന് മാത്രം അറിയാം. അന്ന് ജീവജലം ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് വേനൽക്കാലത്തും ശീതകാലത്തും ഒഴുകിക്കൊണ്ടിരിക്കും. കർത്താവ് ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴും. അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവിടത്തേക്ക് ഒരു നാമം മാത്രവും. ഗേബ മുതൽ ജെറുസലേമിന് തെക്ക് റിമ്മോൻ വരെ ദേശം മുഴുവൻ സമതലമായി മാറും. എന്നാൽ ജെറുസലേം ബെഞ്ചമിൻ കവാടം മുതൽ പണ്ടത്തെ കവാടത്തിൻ്റെ സ്ഥാനത്തു നിൽക്കുന്ന കോൺ കവാടം വരെയും ഹനാനേൽ ഗോപുരം മുതൽ രാജാവിൻ്റെ മുന്തിരിച്ചക്കുകൾ വരെയും ഉള്ള സ്വസ്ഥാനത്ത് ഉയർന്നു നിൽക്കും. അവിടെ ആളുകൾ വസിക്കും. കാരണം ഇനിമേൽ അത് ശാപഗ്രസ്തമായിരിക്കുകയില്ല. ജെറുസലേം സുരക്ഷിതമായി വസിക്കും. ജെറുസലേമിനോട് യുദ്ധം ചെയ്യുന്ന ജനതകളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരി ഇതാണ്. ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ചീഞ്ഞുപോകും. അവരുടെ കണ്ണ് കൺതടത്തിലും നാവ് വായിലും അഴുകും. അന്ന് കർത്താവ് അവരെ സംഭ്രാന്തരാക്കും. അവർ പരസ്പരം പിടികൂടും. ഒരുവൻ മറ്റൊരുവൻ്റെ നേരെ കൈ ഉയർത്തും. യൂദാ പോലും ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജനതകളുടെയും സമ്പത്ത്, ധാരാളം വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും ശേഖരിക്കപ്പെടും. അവരുടെ പാളയങ്ങളിലുള്ള കുതിര, കോവർ കഴുത, ഒട്ടകം, കഴുത എന്നിവയുടെയും മറ്റു മൃഗങ്ങളുടെയും മേൽ ഇതുപോലുള്ള ഒരു മഹാമാരി നിപതിക്കും. ജെറൂസലേമിനെതിരെ വന്ന സർവ്വജനതകളിലും അവശേഷിക്കുന്നവർ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാനും കൂടാരത്തിരുനാൾ ആചരിക്കാനും ആണ്ടുതോറും അവിടേക്ക് വരും. ഭൂമിയിലെ ഏതെങ്കിലും ഭവനം സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാൻ ജെറൂസലേമിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് മഴ ലഭിക്കുകയില്ല. ഈജിപ്ത് ഭവനം ആരാധിക്കാൻ വന്നില്ലെങ്കിൽ കൂടാരത്തിരുനാൾ ആചരിക്കാൻ വരാത്ത ജനതകളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരി അവരുടെ മേലും വരും. ഇതാണ് ഈജിപ്തിനും കൂടാരത്തിരുനാൾ ആചരിക്കാൻ വരാത്ത ജനതകൾക്കും ലഭിക്കുന്ന ശിക്ഷ. അന്ന് കുതിരകളുടെ മണികളിൽ കർത്താവിന് വിശുദ്ധം എന്ന് എഴുതിയിരിക്കും. ദേവാലയത്തിലെ കലങ്ങൾ ബലിപീഠത്തിന് മുൻപിലുള്ള കലശങ്ങൾ പോലെ പവിത്രമായിരിക്കും. ജെറൂസലേമിലും യൂദായിലുമുള്ള കലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും. തന്മൂലം ബലികളർപ്പിക്കുന്നവർ വന്ന് അവ വാങ്ങി ബലിയർപ്പിച്ച മാംസം അവയിൽ പാകം ചെയ്യും. ഇനിമേൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം.